പ്രേതത്തിനെ നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് നല്ല പേടിയാട്ടോ. ശരിക്കും നിങ്ങളിൽ ആരെങ്കിലും പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവര് ഇതിന്റെ ചോട്ടിൽ കമന്റ് ആയിട്ടിടും. പ്രേതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അതായത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു സൂക്ഷ്മ തലത്തില് ആത്മാ അവസ്ഥയിലും എത്താൻ പറ്റിയില്ല, ബ്രഹ്മ സാക്ഷാത്കാരവും നേടാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകളുടെ ആത്മാക്കളെയാണ്. അവരങ്ങനെ ആ സൂക്ഷ്മതലത്തിൽ കുടുങ്ങിക്കിടക്കാണ്. അവരെയാണ് പ്രേതാത്മാക്കൾ എന്ന് പറയുന്നത്. ഇരുട്ടിന്റെ ഊർജമാണ് അവര് ഇരുട്ട് സമയത്ത് മാത്രമേ വരുള്ളൂ, പ്രകാശമുള്ളിടത്ത് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ പേടി വരുമ്പോ, പ്രേതത്തിനെ പേടി വരുമ്പോ ലൈറ്റ് ഒക്കെ ഇട്ട് കിടക്കാൻ പറയില്ലേ. അവർക്ക് ഈ കടുത്ത സൂര്യപ്രകാശം അവർക്ക് പറ്റില്ല. അതുകൊണ്ട് അവര് പ്രകാശ സമയത്ത് പുറത്തേക്ക് ആ എനർജി പുറത്തേക്ക് വരില്ല. ഡാർക്ക് എനർജീസ് എന്ന് അവരെ പറയാം. ഈ പ്രേതാത്മാക്കൾക്ക് നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മാനസികമായിട്ടുള്ള ആ ഭയം വർദ്ധിപ്പിക്കുക, നമ്മുടെ മനസ്സിനെ അസ്ഥിരപ്പെടുത്തുക, നമ്മുടെ മനസ്സിൽ ആകാംക്ഷ വർദ്ധിപ്പിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങള് നമ്മുടെ മനസ്സിനെ ഡിസോർഡർ ആക്കി മാറ്റാൻ ഈ ഡാർക്ക് എനർജീസിന് സാധിക്കും. അതുകൊണ്ടാണല്ലോ രാത്രിയിൽ പുറത്തിറങ്ങരുത്, പ്രേതങ്ങളുണ്ടാവും, പ്രേതാത്മാവുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പണ്ട് അമ്മമ്മമാര് പേടിപ്പിക്കായിരുന്നില്ലേ? ഇപ്പോഴും പേടിപ്പിക്കാറുണ്ട്. അപ്പൊ പറയുമ്പോ തന്നെ പേടി വരുന്നുണ്ട് പലർക്കും. അപ്പൊ ഈ പ്രേതാത്മാക്കളിൽ നിന്ന് രക്ഷ നേടാൻ എന്താ മാർഗമുള്ളത്? ഹനുമാൻ ചാലിസ ചൊല്ലുക പറയുന്നത്. ഗരുഡ പുരാണത്തിൽ ഈ പ്രേതാത്മാക്കളെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഈ പ്രേതാത്മാക്കൾക്ക് വളരെ പേടിയുള്ള ഒരാൾ ആരാന്ന് വെച്ചാൽ അത് ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ ചാലിസയിൽ തന്നെ പറയുന്നുണ്ട്, ഭൂത പിശാച നികട നഹി ആവേ മഹാവീര ജബ് നാമസുനാവേ. മഹാവീര ഹനുമാന്റെ പേര് പറഞ്ഞാല് ഈ ഭൂതവും പിശാചും ഒന്നും നമ്മുടെ അടുത്തേക്ക് തന്നെ വരില്ല. ആ എനർജീസിന്, ഡാർക്ക് എനർജീസിന് നമ്മളെ ടച്ച് ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഹനുമാൻ സ്വാമിയുടെ ആ ഡിവൈൻ എനർജിയുടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. ഈ ഭൂതത്തെയും പ്രേതത്തെയും കുറിച്ച് ആരെങ്കിലും പേടിപ്പിക്കുകയാണെങ്കിൽ പറഞ്ഞാലും മതി, എനിക്കൊന്നിനും പേടിയില്ല, ഒരു ഡാർക്ക് എനർജീസും എന്നെ അറ്റാക്ക് ചെയ്യാൻ വരില്ല, എന്റെ കൂടെ ഹനുമാൻ സ്വാമി ഉണ്ട്. അപ്പോ ഹനുമാൻ ചാലിസ എന്തായാലും ചൊല്ലാൻ പഠിക്കുക. ഈ ഹനുമാൻ ചാലിസ ചൊല്ലിയില്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ഓം ആഞ്ജനേയായ നമഃ, അല്ലെങ്കിൽ ജയ ജയ ഹനുമാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക നിങ്ങൾക്ക് പേടി വരുന്ന സമയത്ത്. കാരണം ഭയത്തെ അതിജീവിച്ച് എന്തൊക്കെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കിയെടുത്ത ഭഗവാന്റെ പ്രധാനപ്പെട്ട ഭക്തനാണ് ഹനുമാൻ സ്വാമി. ചിരഞ്ജീവിയാണ്, ഭൂമിയിലുള്ള പ്രത്യക്ഷ ഈശ്വര ഭാവാണ് ഹനുമാൻ സ്വാമി. ജയ ജയ ശ്രീ ഹനുമാൻ.